നമസ്കാരം. വാസ്തുശാസ്ത്രം പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ശാസ്ത്രമാണ്. ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നാം താമസിക്കുന്ന വീടിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഇതിനാൽ വാസ്തുവിന് വലിയ പ്രാധാന്യമുണ്ടാകുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ സമാനമായ ഒരു ശാസ്ത്രമാണ് ഫെങ്ഷുയി. ഫെങ്ഷുയി പ്രകാരം ഓരോ 20 വർഷം കൂടുമ്പോഴും പുതുവർഷം ആരംഭിക്കുന്നതാണ്. ഗ്രഹങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ മുൻപത്തെ പുതുവർഷം 2024 ഫെബ്രുവരിയിലായിരുന്നു. അന്ന് 8ാമത്തെ വർഷമാകുന്നു. 2024 ഫെബ്രുവരി 10-ാം തീയതി അടുത്ത പുതുവർഷം ആഘോഷിക്കുന്നതാകുന്നു. 9ാമത്തെ വർഷമാണ് ഈ വർഷം. അടുത്ത 20 വർഷത്തേക്ക് ഭാഗ്യം വന്നു ചേരുവാൻ വീടുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ആ വീടുകളിൽ രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് തന്നെ പറയാം. അതിനാൽ നാളെ മുതൽ അവർക്ക് രാജയോഗം ആരംഭിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഫെങ്ഷുയി പ്രകാരം കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതുകൂടി കാണുന്നത് വളരെ ശുഭകരമാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയെയാണ് കന്നിമൂല എന്ന് പറയുന്നത്. ഈ മൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ ഇവിടെ ഒരു നാണയം സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. ഈ മൂലയിൽ ബെഡ്റൂം വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഈ വർഷം എന്ന് തന്നെ മനസ്സിലാക്കാം. അതിനാൽ തന്നെ ഈ വർഷം ബെഡ്റൂം ഇവിടേക്ക് മാറ്റുന്നത് പോലും, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം അല്ലെങ്കിൽ വാതിൽ വരുന്നത്, ഇവിടെ പ്രധാന വാതിൽ വരികയാണ് എങ്കിൽ വാതിലിൻ്റെ അടുത്തായി കറ്റാർ വാഴ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ബെഡ്റൂം പടിഞ്ഞാറ് ഭാഗത്താണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ആ ഭാഗത്തു നിന്നും ഈ വർഷം മാറിക്കിടക്കുക എന്ന കാര്യമാകുന്നു. ബെഡ്റൂമായി ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗവുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ റെഡ് കളർ, അതേപോലെ ബ്രൗൺ, ഗ്രീൻ തുടങ്ങിയ നിറങ്ങൾ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് അതീവ ദോഷകരമാകുന്നു. അതിനാൽ തന്നെ ഈ നിറത്തിലുള്ള കർട്ടനുകൾ, മറ്റ് മാറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഭാഗത്തു നിന്നും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് മുറികളിൽ ഈ വർഷം പൊളിച്ചുപണികൾ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഈ ഭാഗത്ത്, ഈ ദിശയിൽ നടത്തുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. എന്നാൽ മറ്റു ചില നിറങ്ങൾ ഈ മുറികളിൽ, പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയിൽ വരുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കുന്നു. അത് വൈറ്റ്, സിൽവർ, ഗോൾഡ്, ബ്ലാക്ക്, ബ്ലൂ എന്നീ നിറങ്ങൾ ഈ ദിശയിൽ വരുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഐശ്വര്യവും സമ്പത്തും വീടുകളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ മറ്റൊരു ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശ, നോർത്ത് വെസ്റ്റ് ദിശ. ഈ ദിശയിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശുഭകരമായ ദിശയായി തന്നെ ഈ വർഷം പരാമർശിക്കുവാൻ സാധിക്കും. വിദ്യയിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ അവർക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പഠിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ് എങ്കിൽ അവർക്ക് അത് ഏറ്റവും വിശേഷമായി തന്നെ തീരും. കാരണം വിദ്യയിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സഹായകരമായി മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്.
അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ അത് പഠനവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് എങ്കിൽ പോലും ബുക്കുകൾ ഇവിടെ വയ്ക്കുന്നത് ശുഭകരമാകുന്നു. PSCക്ക് പഠിക്കുന്നവരാണ് എങ്കിൽ പോലും ഇവിടെ അത്തരം പുസ്തകങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾക്ക് ഗുണമേ നൽകൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വടക്ക് ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. വടക്ക് ദിശയിൽ പ്രത്യേകിച്ചും വാട്ടർ ഫൗണ്ടൻ കൊണ്ടുവയ്ക്കുന്നത് ശുഭകരമാണ്. എന്നാൽ ഏവർക്കും ഇത് സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ചിത്രമാണ് എങ്കിലും അത് ചെറിയ ചിത്രമാണ് എങ്കിലും ഈ ദിശയിൽ വയ്ക്കുന്നത് അഥവാ തൂക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തിനും പ്രാധാന്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന നിറത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്ന് വയ്ക്കുക. ബ്ലൂ അഥവാ നീല നിറത്തിലുള്ള വസ്തുക്കൾ ഈ ഭാഗത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ ചിത്രമായി തൂക്കുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് കർട്ടനാണ് എങ്കിൽ പോലും ബ്ലൂ നിറത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പ്രധാനമായും വന്നു ചേരുന്ന സൗഭാഗ്യം ടെൻഷൻ ജീവിതത്തിൽ നിന്നും അകലും എന്നതാകുന്നു. ജീവിതത്തിൽ വന്നു ചേരേണ്ട ദുരിതങ്ങൾ, കഷ്ടതകൾ എന്നിവ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ടെൻഷനുകൾ ക്രമാതീതമായി കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈസ്റ്റ് അഥവാ കിഴക്ക് ദിശ. ഈ ദിശയിൽ പ്രധാന വാതിൽ ഉണ്ടായിരുന്നവർക്ക് മുൻ വർഷങ്ങളിൽ അത്ര ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. കഴിഞ്ഞ വർഷം പല രീതിയിലുള്ള പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ബാധിച്ചിരുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. എന്നാൽ ഈ വർഷം ഫലം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്താണ് വാതിൽ എങ്കിൽ, പ്രധാന വാതിൽ എങ്കിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നു മുതൽ തന്നെ, അതായത് ഇനി മുതൽ തന്നെ ജീവിതത്തിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. കൂടാതെ ഈ ഭാഗങ്ങളിൽ വാതിലുള്ള വ്യക്തികൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന ഒരു വസ്തു ഇവിടെ വാങ്ങി വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കും സാധിക്കുന്ന, വളരെ എളുപ്പത്തിൽ വാങ്ങുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ക്രിസ്റ്റലിലുള്ള താമര ഈ ദിശയിൽ വാങ്ങി വയ്ക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇപ്രകാരം വയ്ക്കുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. തെക്ക് കിഴക്ക് അഥവാ സൗത്ത് ഈസ്റ്റ്. അഗ്നികോൺ എന്നാണ് ഈ ദിശയെ പറയുക. ഈ ദിശയിൽ വെള്ളം വരുന്നത് വളരെ ദോഷകരമാകുന്നു. പ്രത്യേകിച്ചും ഈ ഭാഗത്ത് കിണർ വരികയാണ് എങ്കിൽ അതീവ ദോഷകരമാണ് എന്ന് പറയാം. എന്നാൽ ഈ ഭാഗത്ത് ഉറി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഉറി തൂക്കിയിടുന്നതിലൂടെ, ഈ ഭാഗത്ത് ഇടുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. മറ്റൊരു ദിശ സൗത്ത് അഥവാ തെക്ക് ദിശയാകുന്നു. ഈ ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷം പ്രത്യേകിച്ചും ഇവിടെ ബെഡ്റൂം വരുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. പ്രധാനമായും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളാണ് വന്നു ചേരുക. മറ്റുള്ളവരാൽ നിങ്ങൾ ചതിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചതി ജീവിതത്തിലേക്ക് കടന്നു വരാം, ധനപരമായും അല്ലാതെയും. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി പറയാനുള്ളത് മധ്യസ്ഥാനത്തെക്കുറിച്ചാണ്, അഥവാ ബ്രഹ്മസ്ഥാനം. ഈ ഭാഗം ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ല എങ്കിൽ, വൃത്തിയോടെ സൂക്ഷിച്ചില്ല എങ്കിൽ വളരെയധികം ദോഷഫലങ്ങൾ ഈ വർഷം വന്നു ചേരാം. കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ മധ്യസ്ഥാനം അഥവാ ബ്രഹ്മസ്ഥാനം വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക. പ്രത്യേകിച്ചും ഇവിടെ റെഡ് കളർ മാറ്റ് വരുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും നാം ചെയ്യേണ്ടതും. ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു.